ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയെ ഒരു ഫുഡിൻ്റെ ഒരു വീഡിയോ ആണേ. അതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് അത് ഇടാമെന്ന് വെച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം FB ഇങ്ങനെ നോക്കി പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഒരു ഡോക്ടറുടെ ഒരു പോസ്റ്റ് ഉണ്ട്. അതിനകത്ത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന ഇപ്പം പലരും ഫേസ് ചെയ്യുന്നതാണ് ഈ ഡിപ്രഷനും സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ അതിന് പരിഹാരമായിട്ട് പുള്ളി വിറ്റമിൻ ഡി കിട്ടാനായിട്ടുള്ള കുറേ ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പാല്, മുട്ട, അതുപോലെ കുറേ ഉണ്ടായിരുന്നു. അതിനകത്ത് ഉള്ള ഒരെണ്ണമായിരുന്നു ഈ കൂണെന്ന് പറയുന്നത്. അപ്പം ഇതിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഇത് പോസ്റ്റ് കണ്ടപ്പോൾ അങ്ങനെ എനിക്കത് കാര്യം പിടികിട്ടി. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ നമുക്ക് പണ്ടൊക്കെ കൂണ് പുറത്ത് നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന ആ കൂണ് അതൊന്നും ഇപ്പോൾ അത്ര ഇതായിട്ട് കിട്ടാറില്ലല്ലോ, സുലഭമായിട്ട് കിട്ടാറില്ല. നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെയൊന്നും കിട്ടാറില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് കടകൾ, സൂപ്പർ മാർക്കറ്റൊക്കെ ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ കിട്ടുന്നതും നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസമൊക്കെ ഉണ്ടാകുമെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കിട്ടുന്ന സാധനം വാങ്ങി കഴിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രോസസ്സ് നമ്മൾ നല്ലതായിട്ട് മഞ്ഞളൊക്കെ ഇട്ടൊന്ന് കഴുകി റെഡിയാക്കി, പിന്നെ നമ്മൾ ഈ ചിക്കനൊക്കെ വെക്കും മാതിരി സവാളയൊക്കെ ഒന്ന് വഴറ്റി, സവാളയും പച്ചമുളകും വഴറ്റിയിട്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അരച്ച് ചേർക്കുന്നുണ്ട്. ചതച്ചൊക്കെ ഇട്ടാലും നല്ലതായിരിക്കും. തക്കാളിയും ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് ആ അരപ്പും കൂടെ നമ്മൾ ഈ കടുക് പൊട്ടിച്ച ആ ഉള്ളി ഉണ്ടല്ലോ അതിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ സാധാരണ ചിക്കൻ വെച്ചിട്ടില്ല അതുപോലെ തന്നെ ചെയ്തേച്ചാൽ മതി. പിന്നെ അത്രയും വേവൊന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതിനകത്തോട്ട് പൊടികളെന്ന് പറയാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി അത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇതെല്ലാം നമ്മളൊന്ന് വഴറ്റിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൂണിട്ടതിന് ശേഷം കൂണ് ഞാനിപ്പം കഴുകി മഞ്ഞൾ പൊടിക്കകത്തിട്ട് കഴുകി മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. അതെടുത്തിട്ടതിന് ശേഷം ഉപ്പുമിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാല, അതുപോലെ എന്തെങ്കിലും ചിക്കനോ മീറ്റിൻ്റെ എന്തെങ്കിലും കുറച്ചൊരു മസാലയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം, ഒരു ചെറിയൊരു വേവുണ്ടല്ലോ ഇതിന്, അപ്പോൾ അതും കൂടെ ഒഴിച്ച് വെച്ച് ഇങ്ങനെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.